പിണറായിയെക്കുറിച്ച് ഒരു തിരുവാതിര കളിച്ചപ്പോൾ എന്തൊരു കുരുപൊട്ടലായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വാഴ്ത്തുപാട്ട് പാടുന്നു, ബിംബവൽക്കരിക്കുന്നു, ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് രീതിയാണോ തുടങ്ങിയ ക്ലാസുകൾ മാപ്രകൾ എടുത്തെടുത്ത് ആ കാലം പോയി. പുതിയ കാലഘട്ടത്തിൽ ഉസ്മാൻ മന്ത്രിക്ക് വേണ്ടി നടത്തിയ പ്രത്യേകതരം ദഫ്മുട്ട്, അത് ദഫ്മുട്ട് ആയതുകൊണ്ടാണോ കേരളത്തിൽ വിവാദത്തിലായതെന്നറിയില്ല. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിലെത്തിയ ആഭ്യന്തരമന്ത്രി ഉസ്മാൻ ജിക്ക് നാണവും മാനവും ഇല്ലാതെ ലീഗന്മാർ കൊടുത്ത ഈ സ്വീകരണം ഒന്ന് കണ്ടേ. കണ്ടോ, ആരെങ്കിലും എവിടെയെങ്കിലും ഒരു വിമർശനം ഇത് മോശമായി പോയെന്ന് പറയുന്നുണ്ടോ? കേരളത്തിൽ അന്തിച്ചർച്ചയുണ്ടോ? റിപ്പോർട്ടിംഗ് ഉണ്ടോ? മുഖ്യമന്ത്രിക്ക് വാഴ്ത്തുപാട്ട് പാടിയതിനെ അംഗീകരിച്ചു അല്ലെങ്കിൽ അതിനെ ആസ്വദിച്ചിരുന്നു എന്നൊക്കെ വിമർശിച്ചവർ എന്താണ് ചെന്നിത്തല രാജാവിനെ പോലെ നടന്നു വരുന്ന അല്ലെങ്കിൽ പഴയ സുൽത്താനെ പോലെ നടന്നു വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ എതിരേറ്റുകൊണ്ടുവരുന്ന കൈക്കൊട്ടിപ്പാട്ടുമായി എതിരേറ്റുകൊണ്ടുവരുന്ന ഈ സമീപനം കണ്ടിട്ട് മനുഷ്യരായിട്ടുള്ളവർക്ക് തൊലി പൊളിയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ തൊലി പൊളിക്കുന്ന കാഴ്ച കണ്ടാൽ അതിൽ ഒരു അസ്വാഭാവികതയും തോന്നാത്തവർ ഇവിടെ ഇപ്പോൾ ഈ വിഷയം കണ്ടിട്ട് മൗനം അവലംബിക്കുകയാണെങ്കിൽ എന്താണ് ഇവരുടെ മനോഭാവമെന്ന് ചിന്തിച്ചു നോക്കൂ. പിണറായി വിജയൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ അവിടെ വേദിയിൽ അവതരിപ്പിച്ച ഗാനമായിരുന്നു എല്ലാവർക്കും വലിയ പ്രശ്നം. ആ തിരുവാതിരക്കളി ആ വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം മനഃപൂർവ്വം ചെയ്യിച്ചു, അത് ആസ്വദിച്ചു എന്ന് പറയുന്നിടത്ത് ഇതാണോ റിയൽ വ്യക്തിപൂജ? അതായിരുന്നു വ്യക്തിപൂജ എന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ ഒരു പരിപാടിയുടെ ഭാഗമായി തിരുവാതിര അവതരിപ്പിച്ചതും ഒരാളെ എതിരേൽക്കാൻ വേണ്ടി വ്യക്തിപൂജ നടത്തിയ ഈ പ്രവർത്തനം ഇത് വിമർശിക്കപ്പെടാതെ പോകുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ളിലെ രാഷ്ട്രീയ പ്രവർത്തനം കൂടി ജനങ്ങൾക്ക് ഈ കാഴ്ച കണ്ട് സ്വയം വിലയിരുത്തി മനസ്സിലാക്കാവുന്നതാണ്.